ലോകമെമ്പാടും ഇന്ന് ഞങ്ങളെ വീക്ഷിക്കുന്നവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. നിങ്ങളെ വിശുദ്ധരാക്കുക എന്ന ദൈവിക പദ്ധതിയെക്കുറിച്ചുള്ള അറിവാണ് വിശുദ്ധിയിൽ തുടരുവാൻ നമ്മെ സഹായിക്കുന്നത്. നമ്മെ വിശുദ്ധരാക്കിയിരിക്കുന്നു എന്ന അറിവാണ് വിശുദ്ധിയിൽ തുടരുവാനായിട്ട് നമ്മെ സഹായിക്കുന്നത്. എഫെസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് വിശുദ്ധരാക്കിയിരിക്കുന്നു, നിങ്ങളെ വിശുദ്ധരാക്കുന്ന പദ്ധതിയുടെ ആരംഭം, നിങ്ങളെ വിശുദ്ധിയുടെ പരിപൂർണതയിൽ എത്തിച്ച പദ്ധതിയുടെ ആഴം, അത് നമ്മൾ ഗ്രഹിക്കാനായിട്ട് പോവുകയാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. ടേൺ വിത്ത് മീ ടു എഫീഷ്യൻസ് ചാപ്റ്റർ നമ്പർ 1 വേഴ്സ് നമ്പർ 4. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കനുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവന് നമുക്ക് സൗജന്യമായി നൽകിയ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തു. 4-ാമത്തെ വാക്യം ദയവായി ശ്രദ്ധിക്കുക. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് ദൈവം എന്ത് ചെയ്തു എന്നവിടെ വായിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കുക വാക്ക്. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ, യേശു ലോകസ്ഥാപനത്തിന് മുമ്പേ, പിതാവായ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. നിങ്ങളും ഞാനും ഇന്ന് വിശുദ്ധരായത് വിശുദ്ധ പ്രവർത്തികളിലൂടെയല്ല, വിശുദ്ധ പ്രവൃത്തി നാം ചെയ്തത് വിശുദ്ധരായതുകൊണ്ടാണ്. പിന്നെ ഞാൻ ആവർത്തിക്കാം, വിശുദ്ധ പ്രവൃത്തിയിലൂടെ വിശുദ്ധരായവരല്ല നാം, വിശുദ്ധരാക്കപ്പെട്ടതുകൊണ്ട് വിശുദ്ധി പ്രവൃത്തിയിലൂടെ പുറത്തു വന്നവരാണ്, വിശുദ്ധി പ്രവൃത്തി ചെയ്തവരാണ്. കുറച്ചുകൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ, നമ്മുടെ വിശുദ്ധി ശ്രമമല്ല, നമ്മിൽ വന്ന വിത്തിൻ്റെ ഫലമാണ്. എഫെസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നമ്മെ വിശുദ്ധരാക്കുക എന്ന ദൈവ പദ്ധതിയുടെ ആരംഭം വ്യക്തമാകും. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് പിതാവായ ദൈവത്തിന് മുമ്പിൽ തൻ്റെ മക്കളാകുന്ന ലോകം വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. ഈ ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ടും ഔട്ട്വേർഡ് അല്ല, ഇൻവേർഡാണ്. വിശുദ്ധി ആന്തരികമാണ്, നിഷ്കളങ്കത ആന്തരികമാണ്. ബാഹ്യപ്രകടനത്തിലൂടെ വെളിവാകുന്നതല്ല ഇത് രണ്ടും. എനിക്ക് എന്തെല്ലാം ബാഹ്യപ്രകടനങ്ങൾ നടത്തിയാലും വിശുദ്ധനാണെന്ന് വേണമെങ്കിൽ കാണിക്കാം, പക്ഷെ വിശുദ്ധനാകുവാൻ കഴിയുകയില്ല. നിഷ്കളങ്കനെ പോലെ എനിക്ക് നടക്കാൻ കഴിയും, പക്ഷെ നിഷ്കളങ്കനാണെന്ന് എനിക്ക് പറയുവാൻ കഴിയുകയില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നവ രണ്ടും ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ഹോളിനെസ്, സിൻസിയറിറ്റി, ഇത് രണ്ടും ഗോഡ്ലി നേച്ചറാണ്, ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ഒരിക്കലും ദൈവത്തിൻ്റെ സ്വഭാവത്തെ എൻ്റെ പ്രയത്നത്താൽ എനിക്ക് കരഗതമാക്കുവാൻ, എനിക്ക് സ്വായത്തമാക്കുവാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് ദൈവം വിശുദ്ധനായ യേശുവിൽ എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തത്. 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക. നാം ദൈവത്തിൻ്റെ മുമ്പിൽ, അവൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ദൈവം എന്ത് ചെയ്തെന്നറിയാമോ? ലോകസ്ഥാപനത്തിന് മുമ്പേ He has chosen us even before the foundation of the world, that we must be holy and blameless and claimless. നാം അവൻ്റെ മുമ്പാകെ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് നമ്മെ വിശുദ്ധനിൽ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അതാ 4-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയോ. എന്നോട് ചേർന്ന പദം ഒന്ന് പറഞ്ഞാട്ടെ, യേശുവിൽ തെരഞ്ഞെടുത്തു. ഉറക്കെ പറഞ്ഞാട്ടെ, യേശുവിൽ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അതാ വാക്യത്തിൽ നാം കാണുന്നത്. ഹല്ലേലൂയ. ഈവൻ ഹി chose us in him before the foundation of the world. He chose us in him. In whom? In Jesus. ഹല്ലേലൂയ. അവനിൽ, യേശുവിൽ. ഹല്ലേലൂയ. യേശുവിന് വിശുദ്ധനാകേണ്ട ആവശ്യമില്ല, യേശു വിശുദ്ധനാണ്. വിശുദ്ധനായവനിൽ എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്ത് വിശുദ്ധരാക്കി. ഹല്ലേലൂയ. ഈ ഹാളിലുള്ളവർക്ക് ഒന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഹാളിൽ കയറി എല്ലാവർക്കും അതുണ്ട് എന്നാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഹാളിൽ വന്നവർക്കുള്ളതാണ് ഇവിടെ വെച്ചിരിക്കുന്ന വെള്ളം. അതിൻ്റെ അർത്ഥം ഈ ഹാളിൽ വന്നിരിക്കുന്ന ചിലർക്കുള്ളതാണെന്നല്ല, ഈ ഹാളിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും ഉള്ളതാണ് ആ വെള്ളം. നിങ്ങൾ ഇരിക്കുന്ന കസേരകൾ ഈ ഹാളിലുള്ളവർക്കുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഈ ഹാളിൽ വന്നിരിക്കുന്ന ചിലർക്കുള്ളതാണെന്നല്ല, ഈ ഹാളിലുള്ളവർക്ക് എല്ലാവർക്കും ഉള്ളതാണെന്നാണ്.
യേശു വിശുദ്ധനായ പോലെ തന്നെ, യേശു വിശുദ്ധനായതുകൊണ്ട് തന്നെ യേശുവിൽ ആക്കപ്പെട്ട നമ്മിലേക്ക് യേശുവിലുള്ള വിശുദ്ധിയാണ് വ്യാപരിച്ചിറങ്ങിയത്. അതാണ് വചനം വായിക്കുന്നത്. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ, ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ, അത് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ. അപ്പം നമ്മെ വിശുദ്ധരാക്കുക എന്ന പദ്ധതി നാം യേശുവിൻ്റെ രക്ഷയോട് പ്രതികരിച്ചപ്പോൾ ആരംഭിച്ചതല്ല. ലോകസ്ഥാപനത്തിന് മുമ്പേ, ആദത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ, സൂര്യചന്ദ്രാദി നക്ഷത്രാദികളെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ, ഉലക സ്ഥാപനത്തിന് മുന്നമേ നമ്മെ വിശുദ്ധരാക്കുക എന്ന ദൈവത്തിൻ്റെ പദ്ധതി ദൈവം മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ്. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചാട്ടെ. എഫീഷ്യൻസ് 1:4, എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ, ഹല്ലേലൂയ, ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ യേശുവിൽ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ദൈവ പദ്ധതിയിലേക്ക് ഒരു സുപ്രഭാതത്തിൽ, ഒരു ദിവസം കൊണ്ട് ഓടിക്കേറിയവരല്ല നിങ്ങളും ഞാനും. ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനോട് യേശു ക്രിസ്തുവിലുള്ള രക്ഷയാൽ പ്രതികരിച്ചവരാണ് നിങ്ങളും ഞാനും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മെ വിശുദ്ധരാക്കുക എന്ന പദ്ധതിക്ക് ലോകസ്ഥാപനത്തിൻ്റെ പഴക്കമുണ്ട്. ഹല്ലേലൂയ. ഇനി താഴേക്ക് അത് വായിക്കുമ്പോൾ ആ വിശുദ്ധിയുടെ പരിപാവനത നമ്മൾ അറിയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി താഴേക്ക് വായിച്ചു നോക്കിയാട്ടെ. 1-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. ഇനി താഴേക്ക് വായിക്കുമ്പോൾ 1:15 നിങ്ങളുടെ ആ ഹോളിനെസ് പ്രസിദ്ധമായി. എഫേസ്യ ലേഖനം 1:15 അത് നിമിത്തം നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും ആണ്ടോ. ഇപ്പൊ ലേഖനം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എഫെസോസിലുള്ള യേശുക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: സകല വിശുദ്ധന്മാരുമായവർക്ക്. 1-ാം അധ്യായത്തിന്റെ തന്നെ 1-ാമത്തെ വാക്യം നോക്കി. ദൈവേഷ്ടത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലുള്ള വിശുദ്ധന്മാര്, കണ്ടോ, എഫെസോസിലുള്ള വിശുദ്ധന്മാര് കണ്ടോ. ദൈവ പദ്ധതിയോട് കാലാകാലങ്ങളിൽ പ്രതികരിച്ചവരെ ദൈവവചനം വിളിച്ചിരിക്കുന്ന പേരാണ് വിശുദ്ധന്മാർ. യേശുക്രിസ്തുവിൽ തെരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധന്മാരെ വചനം വിളിച്ചിരിക്കുന്ന പേരാണ് വിശുദ്ധന്മാർ. അവരുടെ വിശുദ്ധി സർവ്വലോകത്തിലും പ്രസിദ്ധമായി. ഹല്ലേലൂയ. 15-ാം വാക്യം ഒന്നുകൂടെ വായിച്ച്. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെയും, കണ്ടോ, സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും. ഇനി കുറച്ചുകൂടെ താഴേക്ക് വന്നാൽ കൂടുതൽ മനസ്സിലാകും. 1:18 അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും. കണ്ടോ, എവിടെ അവകാശത്തിൻ്റെ മഹിമാധനം? വിശുദ്ധന്മാരിലാണ് അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം. എന്തിനാ നമ്മളെ വിളിച്ചത് യേശുക്രിസ്തുവിലൂടെ എന്ന് എഫേസ്യർ 1:17 വായിക്കുന്നു. 1:17 വായിച്ചോ ബ്രദറെ. എഫേസ്യർ 1:17. നിങ്ങളെ ഓർത്തും കൊണ്ട് യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ വിളിച്ചവനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ തരേണ്ടിയതിനും. നിങ്ങളുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിച്ചിട്ട് വിശുദ്ധന്മാരായ നിങ്ങളെ ലോകസ്ഥാപനത്തിന് മുമ്പിൽ എന്തിനാ വിളിച്ചതെന്നുള്ള ആ വിളിയുടെ പിന്നിലെ ആഗ്രഹം, ഇച്ഛ, ആശ ഇന്നതെന്നും. തൻ്റെ വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും. കണ്ടോ, വിശുദ്ധന്മാരിലുള്ള അവിടുത്തെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും. ഹല്ലേലൂയ. അപ്പം നോക്കിക്കേ, 1:4 പറഞ്ഞു, ലോകസ്ഥാപനത്തിന് മുമ്പേ നിങ്ങളെയും എന്നെയും യേശുക്രിസ്തുവിൽ വിശുദ്ധരാക്കി തെരഞ്ഞെടുത്തു. എന്നിട്ട് 1:18 വിശദീകരിക്കുമ്പോൾ പറയാണ് എന്തിനാ അങ്ങനെ വിളിച്ചത്. ആ വിശുദ്ധിയിലുള്ള വിളിക്കകത്ത് ഒരാശയുണ്ട്. എന്താണ്? വിശുദ്ധന്മാർ അവനിലുള്ള അവകാശത്തിന്റെ മഹിമാധനം, വലുപ്പം
ഒന്ന് അറിയണം. ഹല്ലേലൂയ. നിങ്ങൾ വിശുദ്ധ വിളിയാൽ വിളിക്കപ്പെട്ട് ദൈവിക വിശുദ്ധിയിലേക്ക് പ്രവേശിച്ചപ്പോൾ നിങ്ങളിലുള്ള അവൻ്റെ വിശുദ്ധിയാൽ ഉളവായ ആഗ്രഹം, ആശ ഇന്നതെന്ന് നിങ്ങൾ അറിയണം. അതാണ് എഫെസ്യർ 1:18 നമ്മൾ വായിച്ചത്. വിശുദ്ധന്മാരിലുള്ള അവൻ്റെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നും അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും. ഇനിയും കുറച്ചുകൂടെ നമ്മൾ താഴേക്ക് വരികയാണ്. 1-ാം അധ്യായത്തിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കണ്ടെങ്കിൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 2-ന്റെ-19 വാക്യം ദയവായി ശ്രദ്ധിച്ചാട്ടെ. എഫെസ് ലേഖനത്തിൽ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ, വേറെ ഒരിടത്തേക്ക് ഈ വിഷയം വിശദീകരിക്കുവാൻ ഞാൻ പോകുന്നില്ല. എഫെസ് ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19 വാക്യം നോക്കിയാട്ടെ. ആകയാൽ യേശുവിനെ സ്വീകരിച്ച നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല. കണ്ടോ 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 ഹല്ലേലൂയ. ആകയാൽ യേശുവിനെ സ്വീകരിച്ച നിങ്ങൾ, എഫെസ്യർ 2:19, ആകയാൽ യേശുവിനെ സ്വീകരിച്ച നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല. പിന്നെ ആരാണ് നിങ്ങൾ? നിങ്ങൾ അന്യന്മാരും പരദേശികളുമല്ല. പിന്നെ ആരാണ് നിങ്ങൾ? വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും വിശുദ്ധന്മാരുടെ സഹപൗരന്മാർ. ആ പദമൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ സഹോദരങ്ങളെ. 2-ാം അധ്യായത്തിൻ്റെ 19 വാക്യം. സോ ദെൻ യു ആർ നോ മോർ സ്ട്രേഞ്ചേഴ്സ്. നിങ്ങൾ ഇനി അപരിചിതരല്ല, നിങ്ങൾ ഇനി അകലത്ത് നിൽക്കുന്നവരല്ല, നിങ്ങൾ ഇനി അറിയാത്തവരല്ല. നേരത്തെ യേശുവിൻ്റെ രക്ഷയോട് പ്രതികരിക്കും മുമ്പേ, ലോകസ്ഥാപനത്തിന് മുമ്പേ ഈ രക്ഷണ്യ പ്രവൃത്തിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരുന്നു. എങ്കിലും ഈ രക്ഷയോട് നിങ്ങൾ പ്രതികരിക്കാഞ്ഞത് കൊണ്ട്, ഈ യേശുവിൻ്റെ രക്ഷയോട് നിങ്ങൾ പ്രതികരിക്കാഞ്ഞത് കൊണ്ട് നിങ്ങൾ അപരിചിതരായിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾ സ്ട്രേഞ്ചേഴ്സ് ആയിരുന്നു. പക്ഷേ നോ മോർ സ്ട്രേഞ്ചേഴ്സ് നൗ. ഹല്ലേലൂയ. നോ മോർ സ്ട്രേഞ്ചേഴ്സ്. ഹല്ലേലൂയ. നിങ്ങൾ ഇനി അകന്നവരല്ല, അന്യന്മാരല്ല. ബട്ട് യു ആർ ഫെലോ സിറ്റിസൺസ് വിത്ത് ദ സെയിൻസ്. കൂട്ട് സഹോദരന്മാരാണ്, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരാണ്. നിങ്ങളിപ്പോൾ വിശുദ്ധന്മാരാണ്. 2:19 മലയാളത്തിൽ ഒന്നുകൂടെ വായിച്ചോ. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല. യേശുവിനെ സ്വീകരിച്ച മക്കളെ, ഇത് നിങ്ങൾ അറിയാതിരിക്കരുത്. നിങ്ങൾ വിശുദ്ധരാകാൻ ശ്രമിക്കുന്നവരല്ല, അവൻ്റെ വിശുദ്ധിയാൽ ലോകസ്ഥാപനത്തിന് മുമ്പേ വിശുദ്ധരാക്കപ്പെട്ടവരാണ്. ഇങ്ങനെ വിശുദ്ധരാക്കപ്പെട്ട നിങ്ങൾ ഇനി അപരിചിതരും അകന്നവരും അടുപ്പമില്ലാത്തവരുമല്ല. നിങ്ങൾ ഇനി അകന്നവരല്ല, നിങ്ങൾ ഇനി അടുത്തവരും വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും. അടുത്ത പദം ദൈവത്തിൻ്റെ ഭവനക്കാരും. ഹല്ലേലൂയ. എനിക്ക് ആ പദം വല്ലാതെ ഇഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. ദയവായി ശ്രദ്ധിച്ചാട്ടെ. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും. ഫെലോ സിറ്റിസൺസ് ആണ്. ഹല്ലേലൂയ. ഫെലോ സിറ്റിസൺസ് വിത്ത് ദ സെയിൻസ്. വിശുദ്ധന്മാരുടെ കൂട്ട് സഹോദരങ്ങളാണ് നിങ്ങൾ. അടുത്ത പറയുകയാണ് വിശുദ്ധന്മാരുടെ ദൈവത്തിൻ്റെ ഭവനക്കാര്. ഹല്ലേലൂയ. എന്നിട്ട് നിങ്ങൾ ആകുന്ന വിശുദ്ധ മന്ദിരം വിശുദ്ധമായി പണിതു വരുന്നു. 2-ന്റെ-21 വാക്യം നോക്കിയേ. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. ഹല്ലേലൂയ. ഇൻ ഹിം he built us as a holy temple. നമ്മെ അവനിൽ ഒരു വിശുദ്ധ മന്ദിരമാക്കി യേശു ക്രിസ്തുവിൽ പണിതിരിക്കുകയാണ്. യേശു എന്ന വിശുദ്ധ മൂലക്കല്ലിന് മേളിൽ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ എന്നിങ്ങനെ വെക്കപ്പെട്ട കല്ലുകളായി ഉയർത്തപ്പെട്ട നാം ഒരു ഹോളി ടെമ്പിളായി പണിയപ്പെട്ടിരിക്കുകയാണ്. വിശുദ്ധ മന്ദിരമാക്കി ദൈവം നമ്മുടെ ശരീരത്തെ യേശുക്രിസ്തുവിനാൽ ഉപയോഗിക്കപ്പെടുവാൻ പണിതിരിക്കുകയാണ്. ഇതെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾ വിശുദ്ധരാവുക എന്ന ദൈവ പദ്ധതിക്ക് നിങ്ങളോളം പഴക്കമല്ലുള്ളത്, ലോകസ്ഥാപനത്തോളം പഴക്കമുണ്ട്. അന്നേ നിങ്ങളെ യേശുക്രിസ്തുവിൽ വിശുദ്ധരും നിഷ്കളങ്കരും നീതിമാന്മാരുമായി യേശുക്രിസ്തുവിൽ തെരഞ്ഞെടുത്തതാണ്. അന്ന് തെരഞ്ഞെടുത്ത ഈ തെരഞ്ഞെടുപ്പിലേക്കാണ് വിശ്വാസത്താൽ നിങ്ങൾ ആമേൻ പറഞ്ഞ് ഈ യേശുവിനെ സ്വീകരിച്ച് നിങ്ങൾ പ്രവേശിച്ചത്. അല്ലാതെ ഇന്നൊരു ദിവസം കൊണ്ട് നിങ്ങൾ ഉരുട്ടിപ്പരട്ടി ഉണ്ടാക്കിയെടുത്തതല്ല നിങ്ങളുടെ വിശുദ്ധി. ഹല്ലേലൂയ. യുവർ ഹോളിനെസ് വാസ് പ്രീഡെസ്റ്റൈൻഡ്, ഈസ് പ്രീ പ്ലാൻഡ്, ഈസ് പ്രീ ഓർഡൈൻഡ്.
ഈസ് പ്രീഡെസ്റ്റൈൻഡ്. 2015 വർഷം മുമ്പ് പോലുമല്ല, ലോക സ്ഥാപനത്തിന് മുമ്പേ, ലോകത്തിന് അടിത്തറ ഇടുന്നതിന് മുമ്പേ യേശു ക്രിസ്തു എന്ന ഏകനിൽ നിങ്ങളെയും എന്നെയും വിശുദ്ധരാക്കി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇവിടെയാണ് ആ ഹോളിനെസ്സിൻ്റെ പെർഫെക്ഷനിൽ ജീവിപ്പാൻ എനിക്കും നിങ്ങൾക്കും കൃപ ലഭിച്ചിരിക്കുന്നത്. ഇനി താഴേക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വിശുദ്ധി എന്താണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് വരും. ഹല്ലേലൂയ. വേഗത്തിൽ ഒന്ന് രണ്ട് വാക്യങ്ങളുടെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. എഫെസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിലോട്ടും കൂടെ ഒന്ന് വന്നാട്ടെ. സത്യത്തിൻ്റെ ഫലമായ എഫെസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം. ഹോളിനെസ് എന്ന് പറയുന്ന ഈ പ്രത്യേക പഠന ശൃംഖലയിൽ ഞാൻ ഇന്ന് എഫെസ് ലേഖനത്തിലെ 6-7 വാക്യങ്ങൾ മാത്രമേ എടുക്കുകയുള്ളൂ. വേറെ എവിടെയും പോയി ഇത് വിശദീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദയവായി എഫെസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാട്ടെ. സത്യത്തിന്റെ ഫലമായ നീതിയിലും ഹല്ലേലൂയ വിശുദ്ധിയിലും. ഇവിടെ ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നു, ട്രൂത്തിൻ്റെ ഫ്രൂട്ടാണ് റൈച്ചസ്നെസ്സും ഹോളിനെസ്സും. സത്യത്തിൻ്റെ ഫലമാണ് നീതിയും വിശുദ്ധിയും. ഒന്നുകൂടി ആ വാക്യം വേണമെങ്കിൽ ഒന്ന് വായിച്ചോ. സത്യത്തിൻ്റെ ഫലമായ ഓക്കെ നീതിയിലും, സത്യത്തിൻ്റെ ഫലമായ നീതിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ഈ ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെയാണ്, ആൻഡ് പുട്ട് ഓൺ ദ ന്യൂ മാൻ, പുട്ട് ഓൺ ദ ന്യൂ മാൻ, പുട്ട് ഔട്ട് ദ ഓൾഡ് വൺ ആൻഡ് പുട്ട് ഓൺ see that word, put on the new man, that after God had been created in holy righteousness and true holiness to truth. സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും സൃഷ്ടിക്കപ്പെട്ടവരാ. എഫെസ് ലേഖനം 1-ാം അധ്യായം മുതൽ ഹോളിനെസ് 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 എന്നുള്ള പദമുണ്ട്. എന്നാൽ 4-24 വന്നപ്പോഴാണ് വാട്ട് ഈസ് ഹോളിനെസ് എന്ന് വചനം പഠിപ്പിച്ചത്. എന്താണ് ഹോളിനെസ്? ഹോളിനെസ് ഈസ് നോട്ട് യുവർ എഫേർട്ട്, ഹോളിനെസ് ഈസ് ദ ഫ്രൂട്ട്. ഹല്ലേലൂയ. വിശുദ്ധി നിങ്ങളുടെയും എൻ്റെയും ശ്രമമല്ല, സത്യത്തിൻ്റെ ഫലമാണ്. ഹല്ലേലൂയ. ട്രൂത്ത് എന്ന വചനം പരിചയപ്പെടുത്തുന്നത്, സത്യം എന്ന വചനം പരിചയപ്പെടുത്തുന്നത് വേറെ ആരുമല്ല, യേശുവിനെയാണ്. ഞാൻ തന്നെ വഴിയും, അറിയാവുന്നവർ ചേർന്ന് പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. സോ ജീസസ് ഈസ് ദ ട്രൂത്ത്. യേശുവിൽ സത്യമുണ്ട് എന്നല്ല, യേശു സത്യമാണ് എന്നാണ്. ഹല്ലേലൂയ. യേശു വഴി കാണിച്ചു തരുമെന്നല്ല, യേശു വഴിയാണെന്നാണ്. യേശു വാതിൽ കാണിച്ചു തരാമെന്നല്ല, ഹി ഈസ് ദ ഡോർ, അവൻ വാതിലാണ് എന്നാണ്. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ഈ വാക്യത്തിലേക്ക് ശ്രദ്ധിക്കുക. നാം തൻ്റെ സന്നിധിയിൽ 24-ാം വാക്യം നോക്കിയാട്ടെ. സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. The new man is created in true holiness and the righteousness, or in the righteousness and true holiness. നീതിയിലും വിശുദ്ധിയിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് പുതിയ മനുഷ്യൻ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പഴയ മനുഷ്യന് വിശുദ്ധനാകാനുള്ള ശ്രമത്തിലാണ് വീണുപോയത്. അതുകൊണ്ട് തന്നെ പുതിയ മനുഷ്യനെ യേശുക്രിസ്തുവിൽ ദൈവം സൃഷ്ടിച്ചപ്പോൾ വിശുദ്ധനായി സൃഷ്ടിച്ചു. എന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ ഒരു സൃഷ്ടിപ്പ് യേശുവിൽ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവീൻ. പുട്ട് ഓൺ. ഇതറിഞ്ഞിട്ട്, ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അത് ഓൺ ചെയ്യുവീൻ എന്ന് പറയുന്ന പോലെ, യു ആർ ക്രിയേറ്റഡ് ലൈക്ക് ദിസ്. നിങ്ങൾ ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. സോ പ്ലീസ് സ്വിച്ച് ഓൺ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ തലയ്ക്ക് മേളിൽ ഫാനുണ്ട്. നിങ്ങൾ ആവിയെടുത്തിരിക്കേണ്ടവരല്ല, നിങ്ങൾ ആവിയെടുത്ത് പുകഞ്ഞു വേർതിരിക്കേണ്ടവരല്ല. പ്ലീസ് ഓൺ ദ സ്വിച്ച്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞതുപോലെ ഇതാണ്, നിങ്ങൾ വിശുദ്ധരാകാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്ത് വിശുദ്ധരാകാൻ വേണ്ടി എഫേർട്ട് എടുക്കേണ്ടവരല്ല. യു ആർ ക്രിയേറ്റഡ് ഇൻ ദ ട്രൂ ഹോളിനെസ്. പ്ലീസ് പുട്ട് ഓൺ, പ്ലീസ് സ്വിച്ച് ഓൺ. നിങ്ങൾ ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവരാകയാൽ നിങ്ങൾ അത് തിരിച്ചറിയുവീൻ. ഹല്ലേലൂയ. എഫെസ് ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, 4-ാം വാക്യം, 1-ന്റെ 17-ാം വാക്യം, 18-ാം വാക്യം, 2-ന്റെ 19-ാം വാക്യം, 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, 4-ന്റെ 24-ാമത്തെ വാക്യം. ഇവിടെ എല്ലാം ഹോളിനെസ് 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 എന്ന് പറഞ്ഞിട്ട് എഫെസർ 4-ന്റെ 24 വന്നപ്പോൾ നല്ലതായിട്ട് വിശദീകരിച്ചു. തമിഴിൽ എങ്ങനെയാ വാക്യം? എഫിഷ്യൻസ് 4:24. തമിഴിൽ എപ്പടി? തമിഴിൽ യാർക്ക് எப்படி பொய்யான நீதியிலும் பரிசுத்தத்தில் தமிழ் படிங்க. பொய்யான நீதியிலும் மெய்யான
മെയ്யான നീതിയിലും പരിശുദ്ധത്തിലും தேவனுடைய சாயலாக சிருஷ்டிக்கப்பட்ட புதிய மனுஷனே தரித்துக் கொள்ளுங்கள். ஹல்லேலூயா. தரித்துக் கொள்ளுங்கள். ஹல்லேலூயா. மெய்யான அப்படித்தானே, மெய்யான நீதியிலோ in true holiness and true righteousness. That is மெய்யான மெய்யான உண்மையான உண்மையான சொன்னா கூடுதல் വ്യക്തമാകും. ஹல்லேலூயா. உண்மையான நீதியிலும், இந்த true holiness, உண்மையான நீதியிலும் விசுத்தியிலும், உண்மையான righteousnessிலும், உண்மையான holinessிலும், ശരിയായ നീതിയിലും ശരിയായ വിശുദ്ധിയിലും സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. മലയാളം വേർഷനിൽ അത് കുറച്ചുകൂടി വ്യക്തമുണ്ട്. നീതിയുടെ ഫലമായ വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. യു ആർ ക്രിയേറ്റഡ് ഇൻ ദ ട്രൂ ഹോളിനെസ്. നിങ്ങൾ വിശുദ്ധിയിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ. You cannot be holy by your effort. നിങ്ങളുടെ പ്രയത്നത്താൽ നിങ്ങൾക്ക് വിശുദ്ധരാകാൻ കഴിയുകയില്ല. Why? Because holiness is the nature of God. I cannot obtain his nature by my effort. Without godly effort I cannot afford his nature. അവൻ്റെ പ്രയത്നമില്ലാതെ എനിക്ക് അവിടുത്തെ സ്വഭാവത്തെ സ്വീകരിക്കാൻ കഴിയുകയില്ല. ഹോളിനെസ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നേച്ചറാണ്. വിശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവത്തിൻ്റെ സ്വഭാവത്തെ എൻ്റെ പ്രയത്നത്താൽ എനിക്ക് നേടാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ്, ഒരിക്കലും എനിക്കത് നേടാൻ കഴിയാത്ത കൊണ്ടാണ് യേശു ക്രിസ്തു എന്ന വിശുദ്ധനിൽ എന്നെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് പത്രോസ് പറയുന്നത്, അവൻ വിശുദ്ധനാകയാൽ നിങ്ങൾ വിശുദ്ധരാകുവീൻ. He is holy, that's why you can be holy. By his holiness you can be holy. നിങ്ങൾക്ക് വിശുദ്ധരാകാൻ കഴിയും അവൻ്റെ വിശുദ്ധിയാൽ. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇത് പറയുമ്പോൾ തന്നെ എനിക്കറിയാൻ കഴിയുന്നു, നിങ്ങൾ ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന അറിവ് നിങ്ങളുടെ ഉള്ളത്തിലേക്ക് വരുമ്പോൾ തന്നെ ആ റിയൽ ഹോളിനെസ്, ആ യഥാർത്ഥ വിശുദ്ധി നിങ്ങളിലൂടെ പുറത്തേക്ക് വ്യാപരിക്കുവാനായി പോകുകയാണ്. എഫെസ്യർ 4:24 നാം വായിച്ചത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. Put on the new man. ഹല്ലേലൂയ. പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ. എഫെസ്യർ 5:26 യേശു എന്ന മണവാളൻ ദൈവസഭ എന്ന മണവാട്ടിയെ വിശുദ്ധീകരിച്ചു എന്ന് പറയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന്. കണ്ടോ, യേശു എന്ന മണവാളൻ സഭ എന്ന മണവാട്ടിയെ വിശുദ്ധീകരിച്ചു. എഫെസ്യർ 5:26 കണ്ടോ, വിശുദ്ധീകരിക്കേണ്ടതിന്, വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന്. അവൻ അവളെ, ഹല്ലേലൂയ, അവൾ അവനിലൂടെ എന്തോ ചെയ്തു എന്നല്ല, അവൻ അവളെ, ഹല്ലേലൂയ. He, the bridegroom, that is Jesus Christ. Jesus Christ, the bridegroom, cleanse his bride through his blood, precious blood. അവന്റെ വിശുദ്ധ രക്തത്താൽ മണവാളനാകുന്ന യേശു, ഭർത്താവാകുന്ന യേശു, കർത്താവാകുന്ന യേശു, മണവാട്ടിയാകുന്ന സഭയെ അവന്റെ വിശുദ്ധ രക്തത്താൽ കഴുകി, ഹല്ലേലൂയ, അവളെ വെടിപ്പാക്കി, വചനമയച്ച് അവളെ കഴുകി, വചനം കൊണ്ട് അവളെ കഴുകി, സ്നാനം ചെയ്തു വചനം കൊണ്ട് കഴുകി വെടിപ്പാക്കി. ഹല്ലേലൂയ. He sent his word. ഹല്ലേലൂയ. അവളെ വചനം അയച്ച് കഴുകി വെടിപ്പാക്കി വിശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ മുമ്പിൽ നിർത്തി. സോ ഈ 6 വാക്യങ്ങൾ എഫേസ് ലേഖനത്തിൽ നിന്ന് ഞാൻ എടുത്തതിലൂടെ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായി കാണും. വിശുദ്ധി, വിശുദ്ധീകരണം, വിശുദ്ധരായി ജീവിക്കുക, ഈ പറയുന്നതൊന്നും ആവേശത്താൽ ഉളവാകുന്നതല്ല, ഉപരിവിപ്ലവത്താൽ ഉളവാകുന്നതല്ല. ഇറ്റ്സ് ഓൾ പ്രീഡെസ്റ്റൈൻഡ്. മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. യേശു ക്രിസ്തുവിൽ തെരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളിൽ ഉണ്ടാകുന്ന ഫലമാണ്, നിങ്ങളുടെ ശ്രമമല്ല. നിങ്ങൾ ഇതിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ഇന്ന് നിങ്ങൾക്ക് വിശുദ്ധരാകാൻ കഴിയും. കാരണം വിശുദ്ധൻ നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്നു. നിങ്ങളിൽ വന്ന വിശുദ്ധനാൽ നിങ്ങൾക്ക് വിശുദ്ധരാകുവാൻ കഴിയും. നിങ്ങളുടെ വിശുദ്ധി
ശ്രമമല്ല, സത്യത്തിൻ്റെ ഫലമാണ്. ഹല്ലേലൂയ. ഇതറിയുമ്പോഴാണ് ഈ ഹോളിനെസ് നിങ്ങളിൽ മുളയ്ക്കുവാൻ തുടങ്ങുന്നത്. ഇത് നിങ്ങളിൽ വ്യാപരിക്കുവാനായി തുടങ്ങും. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, people, those who are watching me online, get ready. Get the realization that this holiness was predestined even before you born, and I was born, and we all born. This was predestined by God. Hallelujah. നിങ്ങളെ എന്നെയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ ഇത് യേശുക്രിസ്തുവിൽ നിങ്ങൾക്കും എനിക്കും വേണ്ടി എഴുതപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ഹല്ലേലൂയ ഈ വിശുദ്ധിയിലേക്ക് പ്രവേശിക്കുവാൻ കൃപയാൽ ഭാഗ്യം ലഭിച്ചവരാണ് നിങ്ങൾ. ഹല്ലേലൂയ. Get ready. We all going to pray. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ ഹോളിനെസ് നിങ്ങളിലൂടെ പുറത്തു വരികയാണ്. നിങ്ങളുടെ എഫോർട്ടല്ല, നിങ്ങളിലുള്ള വിത്താകുന്ന യേശുവിൻ്റെ ഫലമായി ഈ വിശുദ്ധി പുറത്തേക്ക് വരുവാനായി പോകുകയാണ്. അതിൻ്റെ സമയമായിരിക്കുന്നു. Sister, what's your name? My name is Anita. Anita, come forward. Anita, turn to me. Now the power of God is going to touch you. യേശുവിൻ ദേവവല്ലമായി നിങ്ങൾ മേലെ വന്നുകൊണ്ടിരിക്കണേ. I can clearly say right side of your hip. You have severe pain. She cannot even stand for a long time with her right leg. With her right leg. But the power of God is going to touch you. That spirit behind the sickness is living today. In the name of Jesus. Oh. ஒரு மேலே தேவ வல்லமை வந்து கொண்டிருக்கிறேன். பாருங்க நீங்க எல்லாரும் பாருங்க. Oh, the power of God. Touch. Hey spirit. நோய் போய் எல்லாம் வெளிவா. இதுக்குள்ள வாசம் பண்ணுவதற்கு முடியாது. சீக்கிரம் வெளிவா. It's living. Oh. In Jesus' mighty name. She's under the power of God now. She's under the power of God now. She's under the power of God now. My Jesus is setting her free right now completely. Father, it's a total healing, total restoration of the hip. My Jesus is replacing the hip. My Jesus is replacing. Oh, in the name of Jesus, let your name be holy, glorified. In the name of Jesus. In the name of Jesus. In the name of Jesus. Amen. Want to know? Hallelujah. Anita தானே? என்ன பேரு சொன்ன? Anita. என்னாச்சு? ஏன் வீணு போயது? யாரு தள்ளிக்கிட்டது? தெரியாதா? தேவ வல்லமை சரீரத்தை தாங்க முடியாதான் வீணுதான், அப்படித்தானே? ஆமா. சரி, இந்த இடத்துல வலி இருந்து எவ்வளவு நாளாச்சு? 7 வருஷம். 7 years. Oh my God. இது எனக்கு எப்படி தெரியும்? சொன்னாச்சா? என்கிட்ட சொன்னாச்சா? இல்ல, நான் பார்த்ததே இல்ல இதுக்கு. இன்னைக்கு தான் பார்த்தேன். அவர் ഇന്നാണ് she is coming for the first time for the meeting. ഇന്നാണ് അവൾ ആദ്യമായിട്ട് മീറ്റിങ്ങിന് വരുന്നത്.
ഇന്നാണ് അവൾ ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ അവൾ അവിടെ നിന്നപ്പോൾ യേശു അത് വെളിപ്പെടുത്തി. അതുകൊണ്ടാണ് മുമ്പോട്ട് വിളിച്ചത്. യേശു പറഞ്ഞു 7 years ആയിട്ടുള്ള ബോണ്ടേജ് ഞാൻ എടുക്കുകയാണ്. സംടൈംസ് ചില നേരത്തിൽ നമ്മൾ എപ്പടി തിരിയുമെന്ന് എപ്പടി വരുമെന്ന് നോക്കാം. അത് അങ്ങനെയല്ല. അത് സംടൈംസ് when she walked 7 வருடங்கள் அவங்க நடக்கிற வேலைகளில் ரொம்ப சிரமத்தோடு அவங்க நடந்தாங்க. டக் டக் அப்படிங்கிற ஒரு வலி, ஒரு சப்தம் அவங்ககிட்ட, உங்க வாய்ஸ் உங்ககிட்ட கேட்டுட்டே இருந்தோம். சரிதானே? ஆமா, சரிதான் சரிதான். 7 years. Whenever she walks, she had the sound. Tuck. It's like tuck, tuck, tuck. പൽചക്രം കറങ്ങുമ്പോൾ ശബ്ദം വരുന്നത് പോലെ വരും. എപ്പോഴെല്ലാം നടന്നാലും വരും അല്ലേ? ഇപ്പൊ ഓടിപ്പോമ്മ, ഓടിപ്പോ, ഓടും, സീക്രം മാമ, ഇങ്ങോട്ട് വാ. ശബ്ദം ഉണ്ടോ? ഇല്ല. ഇല്ലേ? ഇല്ല. കർത്തർക്ക് മഹിമ കൊടേ. ഹല്ലേലൂയ. ജീസസ്. ഹല്ലേലൂയ. யாரு சுகம் தந்து? யாரு சுகம் தந்து? യേശു. அவருக்கு மகிமை. ஹல்லேலூயா. அவர் உண்மையுள்ள தேவர் தானே. ஹல்லேலூயா. இன்னைக்கு இந்த மாதிரி ஒரு ஹீலிங் எக்ஸ்பெக்ட் செய்தாச்சா? எக்ஸ்பெக்ட் செய்துதான் வந்தது? எதிர்பார்த்தாச்சா இந்த ஹீலிங்? எதிர்பார்த்ததா? அப்படித்தான் வந்தது. ஹல்லேலூயா. ஹல்லேலூயா. Give glory to Jesus. ഹല്ലേലൂയ. അവൾ അത് പ്രതീക്ഷിച്ചു വന്നു. അവൾക്ക് അത് ലഭിച്ചിരിക്കുന്നു. കരങ്ങളെ അടിച്ചുകൊണ്ട് യേശുവിന് മഹത്വം കൊടുക്കുക. Power of God is going to touch you. It's going to touch you. Power of God is going to touch you. Oof. The spirit behind the sickness is living. It's a major sickness. She had a severe problem in her stomach. I'm seeing her first time. நான் இப்படிவர்களை இந்த சகோதரியை முதலாக நான் சந்திக்கிறேன். But the Holy Spirit is revealing me this. பரிசுத்த ஆவியானவர் எனக்கு இதை வெளிப்படுத்தி இருக்கிறார். In the name of Jesus, ஆண்டவராகிய இயேசு கிறிஸ்துவின் நாமத்தினாலே power of God is going to touch you. ஆண்டவருடைய வல்லமை உங்களை தொடுவதாக. In the name of Jesus, ஆண்டவருடைய நாமத்தினாலே I command நான் கட்டளையிடுகிறேன். the spirit behind the sickness, வியாதிக்கு பின்னால் இருக்கின்ற பொல்லாத ஆவி, you can leave now. உடனே இப்பொழுது வெளியே போ. வெளியே போ. வெளியே போ. In Jesus name. ஆண்டவர் இயேசு கிறிஸ்துவின் நாமத்தினாலே It's living. வெளியே போ. ஓடு ஓடு ஓடு. It's living. It's living. It's living. வெளியே ஓடுகிறது. It's living. ஓடுகிறது. It's living. ஓடுகிறது. Call that sister also. ஓடுகிறது. Oh. Call that sister also. Shakra Bahas. Oh. That sickness is living. அந்த வியாதி அவர்களை விட்டு மாறுகிறது. அந்த பலகீனம் அவர்களை விட்டு மாறுகிறது. These two sisters, இந்த இரண்டு சகோதரிகளும் from last night itself they were expecting a miracle. கடந்த இரவிலிருந்து தங்களுடைய ஒரு விடுதலையை அவர்கள் எதிர்பார்த்து காத்திருக்கிறார்கள். But today, இந்த காலை பொழுதிலே, in the name of Jesus, ஆண்டவர் இயேசு கிறிஸ்துவின் நாமத்தினாலே power of God is setting them free. ஆண்டவருடைய வல்லமை அவர்களை விடுதலையாக்குகிறது. ஆண்டவருடைய வல்லமை அவர்களை விடுதலையாக்குகிறது. We together, நாங்கள் இருவரும் இணைந்து we rebuke the power of sickness. அந்த பாவியினை நாங்கள் கடிந்து கொள்ளுகிறோம். அந்த வியாதியை நாங்கள் கடிந்து கொள்ளுகிறோம். In two families, இந்த இரண்டு குடும்பங்களிலும் we command freedom.
நாங்கள் இருவருக்கு நாங்கள் விடுதலை கட்டளையிடுகிறோம். Liberty in Jesus name. ஆண்டவருடைய இயேசுவின் நாமத்தினாலே விடுதலை. In the name of Jesus. இயேசு கிறிஸ்துவின் நாமத்தினாலே. Oh, போ. that's over. That's over. Live it. Let her. Oh, that chapter is over. Hallelujah, sister. What's your name? பேரனா? വിതില Vitila. Amma, പരിശുദ്ധ ദൈവ വല്ലമായി നിന്മേലെ വന്നു. എന്നമ്മ പേര്? നിജ. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്ന് യേശുവിന്റെ മഹത്വം കിട്ടിയിരിക്കുന്നു. கடவுளுடைய வல்லமை உங்கள் மேல் இறங்கி இருக்கிறது. ஆண்டவருடைய மகிமையை நீங்கள் பெற்றிருக்கிறீர்கள். സാപത്തിൻ വീട്ടിലേക്ക്, சாபத்தின் கட்டுகளிலிருந்து, സാപത്തിൻ വീട്ടിലേക്ക്, the സാപത്ത്- cursed home, இந்த சாபத்தின் வீட்டிலிருந்து അവിടെ അനുഗ്രഹത്തിൻ വീടായി മാറുന്നു. அந்த இடம் வந்து இரக்கத்தின் வீடாக மாறுகிறது, ஆசீர்வாதத்தின் வீடாக மாறுகிறது. House of sickness வியாதியின் வீடு இல்லத்திலிருந்து is going to be the house of glory. மகிமையின் இல்லமாக மாறுகிறது. House of glory. மகிமையின் இல்லமாய் மாறுகிறது. Power of witchcraft. கொடிய சாத்தானுடைய வல்லமையில் பில்லிசூனியத்தினுடைய கட்டுகள் 23 years. 23 வருடங்களாக உன்னை பிடித்திருந்தது. This families இந்த குடும்பம் முழுவதுமாக under witchcraft. பில்லிசூனிய கட்டுகளிலே பிடிக்கப்பட்டிருந்தது. But today is the day. இந்த நாள் My Jesus is setting them free completely. என் ஆண்டவர் இவர்களை முற்றிலுமாய் விடுதலையாக்குகிறார். In Jesus' mighty name. ஆண்டவராகிய இயேசு கிறிஸ்துவின் வல்லமையுள்ள நாமத்தினாலே. In Jesus' mighty name. ஆண்டவராகிய இயேசு கிறிஸ்துவின் வல்லமையுள்ள நாமத்தினாலே. Enjoy. மகிழ்ச்சியோடு பெற்றுக்கொள்ள. I rebuke the power of witchcraft. நான் அந்த பொல்லாத ஆவியினை, பில்லிசூனியத்தின் ஆவியினை நான் கட்டுகிறேன். I rebuke. நான் அதை கடிந்து கொள்ளுகிறேன். In Jesus' name. ஆண்டவராகிய இயேசு கிறிஸ்துவின் நாமத்தினாலே. No more surgery, sister. உங்களுக்கு இனி அறுவை சிகிச்சை தேவையில்லை. No more surgery. உங்களுக்கு அறுவை சிகிச்சை தேவையில்லை. The growth is already disappeared. உங்களிடத்தில் இருந்த கட்டி மறைந்து போனது. The growth is already disappeared. இந்த growth உங்களுக்கு மறைந்து போனது. It's gone. அது ஓடி போனது. The growth is not there. மறைந்து போனது. Go and enjoy your life. Go and enjoy your life. Go and உங்களுடைய வாழ்வை மகிழ்வாக செலவிடுங்கள். This was a major healing. Power of God is moving here. I can see the power of God is moving. ஆண்டவருடைய வல்லமை இந்த இடத்திலே அசைவாடுகிறதை Jesus. நான் காண்கிறேன். Especially കുഞ്ഞുങ്ങളില്ലാത്ത പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. குறிப்பாக குழந்தைகள் இல்லாத தம்பதியர்களுக்காக நான் இப்பொழுது ஜெபிக்க போகிறேன். കുഞ്ഞുങ്ങളില്ലാത്ത അമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. நான் இப்பொழுது குழந்தைகள் இல்லாத தாய்மார்க்காக நான் ஜெபிக்க போகிறேன். യേശുവിൻ നാമത്തിലെ, இயேசுவின் நாமத்தினாலே, യേശുവിൻ നാമത്തിനാലെ, இயேசுவின் நாமத்தினாலே, യേശുവിൻ നാമത്തിനാലെ, இயேசுவின் நாமத்தினாலே, യേശുവിൻ നാമത്തിനാലെ. இயேசுவின் நாமத்தினாலே. ഓ പരിശുദ്ധ ദൈവ വല്ലമൈ, பரிசுத்த தேவனுடைய வல்லமை അവർ മേലെ ഇറങ്ങട്ടെ. ஒவ்வொருவர் மேலும் அவர்கள் மேல் இறங்குவதாக. മക്കളുണ്ടാവട്ടെ. அவர்களுக்கு குழந்தைகள் உருவாகட்டும். കുഴന്തകൾ വരുവാനാകട്ടെ. அவர்கள் குழந்தைகள் பெறுகிறவர்களாக மாறட்டும். യേശുവിൻ നാമത്തിൽ, இயேசுவின் நாமத்தில் ആ തടസ്സങ്ങൾ വിട്ടുമാറട്ടെ. அவருடைய குடும்பத்தில் இருக்கின்ற தடைகள் எல்லாம் மாறி போவதாக. യേശുവിൻ നാമത്തിൽ, இயேசுவின் நாமத்தில். let the hormone imbalance being balanced in Jesus name. அவர் உடம்பில் இருக்கின்ற ஹார்மோன் இம்பேலன்ஸ் அது முற்றிலுமாய் சரி பண்ணப்படுவதாக. Right now, இந்த வேளையிலே in Jesus name. ஆண்டவராகிய இயேசு கிறிஸ்துவின் நாமத்தினாலே Irregular periods, it may come to the order right now. சரியான நிலையில் இல்லாமல் விட்டு விட்டு வருகின்ற உதிரப்போக்குகள், ஒழுங்கற்று வருகின்ற உதிரப்போக்குகள் Come to the order in Jesus' mighty name. இந்த நேரத்திலிருந்து ஒழுங்காக வர கட்டளையிடுகிறேன். Jesus. Fibroid in the uterus, cysts. கட்டி, அதாவது கர்ப்பப்பையில் இருக்கிற கட்டிகள், சிறிய கட்டிகள்,
secret sickness, மறைமுகமான அந்தரங்கமான வியாதிகள், let them be healed in Jesus' mighty name. அவைகளெல்லாம் இப்பொழுது ஆண்டவராய் இயேசு கிறிஸ்துவின் நாமத்தினாலே சுகம் பெறுவதாக. The power of healing is moving. ஆண்டவருடைய வல்லமை இந்த இடத்திலே அசைவாடி Power கொண்டிருக்கிறது. of healing is moving. ஆண்டவருடைய வல்லமை இந்த இடத்திலே உலாவி கொண்டிருக்கிறது. Get ready. பெற்றுக்கொள்ள ஆயத்தப்படுங்கள். Get ready. பெற்றுக்கொள்ள ஆயத்தப்படுங்கள். Get ready. பெற்றுக்கொள்ள ஆயத்தப்படுங்கள். In the name of Jesus. ஆண்டவராய் இயேசு கிறிஸ்துவின் நாமத்தினாலே Headache. இந்த நேரத்தில் Headache. தலைவலி Come out in Jesus' name. வெளியே வருவதாக. தலைவலியை Come விடுதலை out வருவதாக. in Jesus' name. இயேசுவின் நாமத்திலே வெளியே வருவதாக. Come out in Jesus' இயேசுவின் name. நாமத்தினாலே வெளியே வருவதாக. Come out in Jesus' இயேசு name. கிறிஸ்துவின் நாமத்தினாலே வெளியே வருவதாக. Set your people free. ஆண்டவருடைய நாமத்திலே இவர்களை விடுதலை செய்வீர்களாக. Set your people free. ஆண்டவர் நம்முடைய பிள்ளைகளை விடுதலை செய்வீராக. Let the glory of God move. ஆண்டவருடைய வல்லமை இந்த இடத்திலே உலாவிக் கொண்டிருக்கிறது. Let the glory of God move. ஆண்டவருடைய வல்லமை இந்த இடத்திலே உலாவிக் கொண்டிருக்கிறது. In the name of Jesus. ஆண்டவருடைய இயேசு கிறிஸ்துவின் நாமத்தினாலே. In the name of Jesus. இயேசு கிறிஸ்துவின் நாமத்தினாலே. In the name of Jesus. இயேசு கிறிஸ்துவின் நாமத்தினாலே. Sister, Jesus is touching you, sister. சகோதரி, ஆண்டவர் உன்னை தொடுகிறார். வா ஜெயந்தி வா. Jesus is ஜெயந்தி, touching. come here. Jayanti. 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 Her name is Jayanti. ஜெயந்தி. Jayanti, my Jesus is touching you now. ஆண்டவர் உன்னை தொடுகிறார். Oh, the power of God is going to hit your body. ஆண்டவருடைய வல்லமை உன்னுடைய சரீரத்தை தொடுகிறது. ஆண்டவருடைய வல்லமை உன்னுடைய சரீரத்தை தொடுகிறது. Touch. ஆண்டவர் உன்னை தொடுகிறார். In her stomach, I can see, in her belly, I can see the power of God is moving. உன் வயிற்று பகுதியில் இருக்கிற தொப்பை பகுதிகள் உன்னை விட்டு விலகுகிறது. Yes. எஸ். She was expecting a healing here. ஆண்டவர் உன்னுடைய வயிற்று பகுதியிலே உன்னை ஒரு அற்புதத்தை எதிர்பார்த்து She காத்திருக்கிறார். was expecting a healing here. நீ உன்னுடைய வயிற்று பகுதியிலே ஒரு அற்புதத்தை எதிர்பார்த்து காத்திருக்கிறாய். The power of God is healing you. ஆண்டவருடைய வல்லமை உன்னை தொடுகிறது, உன்னை விடுதலையாக்குகிறது. Touch of Jesus. ஆண்டவர் உன்னை தொடுகிறார். Oh, ஆண்டவர் உன்னை தொடுகிறார். oh, the power of God is moving. ஆண்டவருடைய வல்லமை உன்மேல் இறங்கி கொண்டிருக்கிறது. Hold on. Touch. ஆண்டவர் உன்னை தொடுகிறார். Touch. ஆண்டவர் தொடுகிறார். Touch. ஆண்டவர் தொடுகிறார். Touch. ஆண்டவர் உன்னை தொடுகிறார். Touch of God in Jesus' name. ஆண்டவருடைய வல்லமை உன்னை Touch தொடுகிறது. of God in Jesus' name. ஆண்டவருடைய வல்லமை உன்னை தொடுகிறது. Touch of God in Jesus' mighty name. ஆண்டவருடைய வல்லமை உன்னை தொடுகிறது. Amen. It's over. The chapter is over. Give glory to Jesus. கரங்களை தட்டி இயேசுவுக்கு மகிமை கொடு. Father, I pray. Brother, Jesus is touching you, brother. That brother. வாங்க ஸ்டாண்ட் வாங்க. Yes. வாங்க. இவங்க முன்னால. Hallelujah. தம்பி வாங்க உங்களதான். Hallelujah. Jesus. No. அவர். Jesus. Jesus. You have back problem. உங்களுக்கு பின்பகுதியிலே பிரச்சனை இருக்கிறது. உண்மைதானா? உங்களுக்கு பின்பகுதியில வலி இருக்கிறது. இயேசுவே, ஆண்டவரே, தேவனுடைய வல்லமை அவருடைய சரீரத்தில் இறங்கட்டும் ஐயா. In the name of Jesus. ஆண்டவராய் இயேசு கிறிஸ்துவின் நாமத்தினாலே Glorify your holy name. ஆண்டவரே, உம்முடைய நாமத்தை நாங்கள் மகிமைப்படுத்துகிறோம். Glorify your holy name. ஆண்டவரே, உம்முடைய நாமம் மகிமைப்படுவதாக. My Jesus is establishing you, brother. ஆண்டவர் என்னை அபிஷேகம் பண்ணுகிறார். அவர் நின்னை restore you. ஆண்டவர் உன்னை மீட்டெடுக்கிறார். Yes. ஆண்டவர் உன்னை மீட்டெடுக்கிறார். My Jesus is restoring your finance. உன்னுடைய வாழ்விலே காணப்படுகின்ற பொருளாதார சிக்கல் உன்னை மீட்டெடுக்கிறார். My Jesus is restoring your finance. ஆண்டவர் உன்னுடைய பொருளாதார பண தேவைகளிலிருந்து உனக்கு விடுதலை தருகிறார். Yes. Let the broken being
builded in Jesus' name. உன்னுடைய உடைக்கப்பட்ட நிலைகள் உன்னுடைய வாழ்விலே கட்டப்படுவதாக. I command freedom in Jesus' name. ஆண்டவராகிய இயேசு கிறிஸ்துவின் நாமத்தினால் உனக்கு விடுதலையை கட்டளையிடுகிறேன். Let there be freedom. உன் ஆண்டவருடைய சமூகத்தில் உனக்கு விடுதலை. Let there be deliverance. உன் ஆண்டவருடைய சமூகத்தில் உனக்கு ஒரு விடுதலை, பரிபூரணமான ஒரு விடுதலை. In Jesus' name. இயேசுவின் நாமத்தினாலே. Within 3 days, இந்த 3 தினங்களுக்குள்ளாக you are going to see the result of this prayer. இந்த 3 தினங்களுக்குள்ளே இந்த ஜெபத்தினுடைய வல்லமையினை நீங்கள் பெற்றுக்கொள்வீர்கள், நீங்கள் கண்டுகொள்வீர்கள். Give glory to Jesus. கரங்களை தட்டி hallelujah. Hallelujah. Those who are expecting a healing, get ready. We are going to pray together right now. நாங்கள் இருவருமாய் நாங்கள் இணைந்து உங்களுக்காக நாங்கள் ஜெபிக்க போகின்றோம். நீங்கள் உங்களுடைய அற்புதங்களை பெற்றுக்கொள்வதற்கு உங்களை ஆயத்தப்படுத்திக் கொள்ளுங்கள். Father, in the name of Jesus. ஆண்டவரே, உம்முடைய நாமத்தினாலே நாங்கள் Especially we praying for the people, those who are watching me online right now all around the world. ஆண்டவரே, இணையதளத்தின் மூலமாக இந்த எங்களை கவனித்துக் கொண்டிருக்கின்ற ஒவ்வொரு மக்களுக்காக நாங்கள் ஜெபிக்கிறோம். Father, in the name of Jesus. ஆண்டவரே, உம்முடைய நாமத்தினாலே let them realize உண்மையாக அவர்கள் புரிந்து கொள்வார்களாக. The holiness which they received was predestined, pre-planned before the foundation of the world. இந்த உலகம் உருவாவதற்கு முன்பாகவே அவருடைய பரிசுத்தம் இருக்கிறது என்பதனை அவர்கள் உணர்ந்து கொள்வார்களாக. Let them enjoy this wonderful life in the holiness. இந்த உலகத்திலே அவர்கள் ஒரு மகிழ்ச்சியான ஒரு வாழ்வை இந்த பரிசுத்தத்தின் மூலமாய் அவர்கள் பெற்றுக்கொள்வார்களாக. Let them reign in the holiness. அவர்கள் இந்த பரிசுத்த மழையிலே நனைந்து குளிப்பார்களாக. Let them reign, let them rule in this holiness. அவர்கள் இந்த பரிசுத்தத்திலே வளருவார்களாக. Now we pray together for the sick. நாங்கள் இருவரும் இணைந்து அந்த வியாதியஸ்தர்களுக்காக நாங்கள் ஜெபிக்க போகிறோம். In the name of Jesus. ஆண்டவராகிய இயேசு கிறிஸ்துவின் நாமத்தினாலே we command freedom. நாங்கள் அவர்களுக்கு விடுதலையை கட்டளையிடுகிறோம். We declare healing. நாங்கள் அவர்களுக்கு சுகத்தை கட்டளையிடுகிறோம். Especially we praying for back pain right now. குறிப்பாக முதுகு பகுதியிலே வலியோடு இருக்கிறவர்களுக்காக நாங்கள் ஜெபிக்கிறோம். Let your hand be touched, Lord Jesus. உம்முடைய கரம் அவர்களை தொடுவதாக. Right now touch them. இப்பொழுதே அவர்களை நீர் தொடுவீராக. Glorify your name by touching them, Lord. ஆண்டவரே, அவர்களை தொடுவதன் மூலம் உம்முடைய நாமம் மகிமைப்படுவதாக. We praying for the people those who are going through a financial crisis right now. ஆண்டவரே, இந்த வேளையிலே பண பிரச்சனைகளினால பொருளாதார சிக்கலினால தவிக்கின்ற மக்களுக்காக நாங்கள் ஜெபிக்கிறோம். Their breakthrough has started 2014 years back on the cross. Let them enjoy it in Jesus name. ஆண்டவரே, அவர்களுடைய விடுதலை 2014ஆம் ஆண்டுகளுக்கு முன்னாக நிச்சயிக்கப்பட்டிருக்கிறது. இப்பொழுதே அந்த விடுதலையை அவர்கள் பெற்றுக்கொள்வார்களாக. I command breakthroughs in Jesus name. ஆண்டவரே, அவர்கள் இப்பொழுது அந்த ஒரு விடுதலையை பெற்றுக்கொள்வார்களாக. அவருடைய பிரச்சனைகள் இப்பொழுது தீர்க்கப்படுவதாக. Praying for the broken families. ஆண்டவரே, உடைக்கப்பட்ட குடும்பங்களுக்காக நாங்கள் ஜெபிக்கிறோம். Oh God, Lord. அன்பான ஆண்டவரே, now I pray let the peace from above may rule their heart. ஆண்டவரே, புத்தி கெட்டாத தேவ அன்பு அவர்கள் உள்ளங்களிலே இசைந்து ஓடுவதாக. Right now in Jesus name. இந்த நேரத்தில் ஆண்டவரே, உம்முடைய நாமத்தினாலே நாங்கள் ஜெபிக்கிறோம். Set your people free. ஆண்டவரே, உம்முடைய மக்களை நீர் விடுதலையாய் அனுப்புவீராக. Deliver them in Jesus name. ஆண்டவரே, உம்முடைய பிள்ளைகளை விடுதலை செய்து அனுப்புவீராக. Thank you Jesus. நன்றி ஆண்டவரே. In Jesus name. ஆண்டவரே, இயேசு கிறிஸ்துவின் நாமத்தினாலே. Amen. ஆமென்.